പോവാം. ഈ ബോയിങ് കമ്പനി വലിയ വിമർശനങ്ങൾ ഈ ഘട്ടത്തിൽ നേരിടുന്നുണ്ട്. കാരണം ഒരുപാട് അപകടങ്ങൾ തുടരെ ഉണ്ടാകുന്നു ഈ കമ്പനിയിൽ പുറത്തിറക്കുന്ന വിമാനങ്ങൾക്ക് എന്നുള്ളതാണ്. ഇപ്പോഴുണ്ടായ ഈ വലിയ ദുരന്തം മാത്രമല്ല ബോയിങ്ങിനെ സംശയത്തിന്റെ നിഴലിലാക്കുന്നത് എന്നതും ശ്രദ്ധേയമാണ്. അത്തരത്തിൽ നിരവധി സംഭവങ്ങൾ വേറെയുമുണ്ട്. അവ എന്തൊക്കെയാണെന്ന് കൂടി വളരെ പെട്ടെന്ന് നോക്കാം 24 എക്സ്പ്ലെയിനറിലൂടെ. അമേരിക്കയിലെ സിയാറ്റിൽ ആസ്ഥാനമായ വ്യോമയാന കമ്പനി 1916 ആരംഭിച്ച ബോയിങ് കമ്പനിക്കുള്ളത് 110 വർഷത്തെ അനുഭവ സമ്പത്ത്. ഒരു കാലത്ത് ആകാശയാത്രകളുടെ മറുപേര് പോലുമായിരുന്ന ബോയിങ് വിമാനങ്ങൾ സമീപ വർഷങ്ങളിൽ ആവർത്തിച്ച് അപകടങ്ങളിൽപ്പെടുന്നു. 2018 ലയൺ എയറിന്റെയും 2019 എത്യോപ്യൻ എയറിന്റെയും ബോയിങ് 737 മാക്സ് വിമാനങ്ങൾ അപകടത്തിൽപ്പെട്ടു. 346 പേരാണ് കൊല്ലപ്പെട്ടത്. സുരക്ഷാ പരിശോധനയ്ക്കായി 387 വിമാനങ്ങൾ കമ്പനിക്ക് പിൻവലിക്കേണ്ടി വന്നു. അപകടങ്ങൾക്ക് കാരണം കമ്പനി സ്വന്തമായി വികസിപ്പിച്ച സ്റ്റെബിലൈസിംഗ് സംവിധാനത്തിലെ പിഴവാണെന്ന് പിന്നീട് കണ്ടെത്തി. 2024 ജനുവരിയിൽ അലാസ്ക എയർലൈൻസിന്റെ ബോയിങ് 737 മാക്സ് 9 വിമാനത്തിന്റെ എമർജൻസി ഡോർ അടർന്നു വീണു. സുരക്ഷാ പരിശോധനയ്ക്കായി 171 ബോയിങ് വിമാനങ്ങൾ പിൻവലിക്കേണ്ടി വന്നു. 1997 2025 ഇടയിൽ 10 അപകടങ്ങളാണ് ബോയിങ് വിമാനങ്ങൾക്കുണ്ടായത്. മെക്കാനിക്കൽ തകരാറുകളും എമർജൻസി ലാൻഡിങ്ങുകളും ഒട്ടനവധി. 1997 മക്ഡൊണാൾഡ് ഡഗ്ലസുമായി ബോയിങ് കമ്പനിയുടെ ലയനം. പുതിയ മാനേജ്മെന്റ് വന്നതോടെ അതുവരെ പിന്തുടർന്നു വന്നിരുന്ന രീതികൾ അപ്പാടെ മാറി. ചെലവ് ചുരുക്കലിനായി ആദ്യ പരിഗണന, ബജറ്റ് വെട്ടിക്കുറച്ച മിച്ചം പിടിച്ച് ഓഹരി ഉടമകളുടെ ശ്രദ്ധ പിടിച്ചുപറ്റുന്നതിന് പ്രാധാന്യം നൽകി. അതോടെ എഞ്ചിനീയറിംഗ് മികവിന് നൽകുന്ന പ്രാധാന്യം രണ്ടാമതായി. വിമാനത്തിന്റെ പ്രധാന ബോഡിയായ ഫ്യൂസലേജും ചിറകുകളും പോലുള്ള അതീവ പ്രാധാന്യമുള്ള ഭാഗങ്ങളുടെ പോലും നിർമ്മാണം വൈദഗ്ധ്യം കുറഞ്ഞ തേർഡ് പാർട്ടി കമ്പനികൾക്ക് ഔട്ട്സോഴ്സ് ചെയ്തു. 32 വർഷം ബോയിങ്ങിൽ ക്വാളിറ്റി കൺട്രോളറായി ജോലി ചെയ്ത ജോൺ ബാർണറ്റ് കമ്പനിക്കെതിരെ ഗുരുതര ആരോപണം ഉയർത്തിയിരുന്നു. ഗുണനിലവാര പരിശോധനകൾ ഒഴിവാക്കിയെന്നും US നിയമങ്ങൾ കമ്പനി ലംഘിച്ചതായും ജോൺ ആരോപിച്ചു. 2024 787 ഡ്രീം ലൈനറിന്റെ ഘടനാപരമായ സമഗ്രതയെക്കുറിച്ച് ബോയിങ് എഞ്ചിനീയർ സാം സാലക്പൂരും ഗുരുതരമായ ആശങ്കകൾ ഉന്നയിച്ചിരുന്നു. വിമാന മോഡലിന്റെ ഫ്യൂസേജ് നിർമ്മിക്കുമ്പോൾ ബോയിങ് കുറുക്കുവഴികൾ സ്വീകരിച്ചുവെന്നും കാലക്രമേണ ഇത് വിനാശകരമായ പരാജയങ്ങൾക്ക് കാരണമാകുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. നഷ്ടപ്പെട്ട വിശ്വാസ്യത തിരികെ പിടിക്കാൻ കമ്പനിക്ക് ഗുണനിലവാരം ഉറപ്പുവരുത്തണം. അതിന് എഞ്ചിനീയറിംഗിലും നിർമ്മാണത്തിലും മികവ് പുലർത്തുന്ന സ്വന്തം എഞ്ചിനീയർമാരെയും ഡിസൈനർമാരെയും മറ്റ് സ്പെഷ്യലിസ്റ്റുകളെയും വളർത്തിയെടുക്കണം. എന്നാൽ പുതിയ സാഹചര്യത്തിൽ എത്രത്തോളം അതിന് സാധിക്കുമെന്ന ചോദ്യവും പ്രസക്തമാണ്.